രാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. Amen. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory to the name of the Lord. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന പാസ്റ്റേഴ്സിനും എല്ലാ യൂത്ത് അംഗങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. I welcome the pastors and the youth members in the name of our Lord and Savior Jesus Christ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ്. For the next few minutes, I am going to share the four attitudes of Jesus Christ. അതിന് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. For that, let's turn our attention to Matthew chapter 17 verse 7. ആർക്കെങ്കിലും ഒരാൾ വായിച്ചാൽ കൊള്ളാം. Can anyone read that? ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 4 വിധമായ മനോഭാവങ്ങളെയാണ്. What we can see in this scripture is that four attitude of Jesus Christ. ഒന്നാമത് അടുത്തു ചെല്ലുക എന്നുള്ളതാണ്. The first one, what Jesus did, that he approached them. രണ്ടാമത് തൊടുക എന്നുള്ളതാണ്. The second one, he touched them. മൂന്നാമതായി എഴുന്നേൽപ്പിൻ എന്ന് പറഞ്ഞു. The third one, he said to them, rise up. നാലാമതായി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. Fourthly, he said to them, do not fear. അതിനു മുമ്പായി ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നാം കാണുമ്പോൾ For that, we have to look to the background of the scripture. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ നാം കാണുമ്പോൾ We can see that in Matthew chapter 17 verse 1 to 6. യേശുക്രിസ്തു തൻ്റെ 3 ശിഷ്യന്മാരുമായി ഒരു ഉയർന്ന മലയിലേക്ക് പോകുന്നതായി കാണാം. Jesus Christ went to a high mount with his disciples. അവിടെ വെച്ച് ശിഷ്യന്മാർ മുൻപാകെ യേശുക്രിസ്തു രൂപാന്തരപ്പെടുകയും സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം കേട്ട് ശിഷ്യന്മാർ താഴെ വീഴുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. So in the midst of them, Jesus Christ got transfigured and the disciples got scared and fell down to the ground. ഈ സാഹചര്യത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവങ്ങളെ നിങ്ങളോട് അറിയിക്കാനുള്ളത്. So this is the situation where I share the attitude of Jesus Christ. 7-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ 4 വിധമായ മനോഭാവങ്ങളെ കാണുന്നു. So we can see that in the verse 7. ഒന്നാമതായി അടുത്തു ചെല്ലുക. The first one, as I said, approaching them. പ്രിയമുള്ളവരെ, വീണുകിടുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശുക്രിസ്തു ചെല്ലുന്നതായി നമുക്ക് ആ വാക്യത്തിൽ കാണുവാൻ സാധിക്കും. So what we see is that Jesus Christ is approaching the disciples who were fell on the ground. അങ്ങനെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ഒരു വ്യക്തിയുടെ യഥാർത്ഥ അവസ്ഥകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. So we can only see their situation when we are approaching them. നമുക്കൊരു വ്യക്തിയെ ദൂരത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. We cannot realize a person's real situation when we are far away from them. കൂടുതൽ അടുത്ത് ചെല്ലുമ്പോഴാണ് ആ വ്യക്തിയുടെ കൂടുതലായ വിവരങ്ങൾ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Only when we are closer to them, then only we can understand deeply about their problems. ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, മനുഷ്യരോട് തന്നെ അകൽച്ച കാണിക്കുകയും അല്ലെങ്കിൽ ദൂരത്തേക്ക് മാറി നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. So in this generation, people are taking so many distance from other people. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നതായി നമുക്ക് ഈ വാക്യത്തിൽ കാണാം. But here Jesus Christ is doing something different. He is approaching them. അങ്ങനെ അടുത്ത് ചെല്ലുമ്പോഴാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ സ്ഥിതികൾ അല്ലെങ്കിൽ അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയുക. So as I said, only when we are closer to them, then only we can know their problems. ഇതിൽ ഒന്നാമത്തെ മനോഭാവമാണ് അടുത്ത് ചെല്ലുക എന്നുള്ളത്. So the first attitude of Jesus Christ towards his disciple was getting near to them. രണ്ടാമത്തേത് അവരെ തൊട്ടു. Secondly, what he did was he touched them. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് അവരെ തൊടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. So Christ went to the disciples and touched them. പ്രിയമുള്ളവരെ, ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, So what is the meaning of this? സ്നേഹമുള്ള തലോടൽ ചില വ്യക്തികൾക്ക് ആശ്വാസവും സന്തോഷവും നൽകി കൊടുക്കുന്നു. A gentle touch of love can produce comfort and peace to other people. ചില മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചില അധ്യാപകർ തങ്ങളുടെ വിദ്യാർത്ഥികളെയും ചില പാസ്റ്റേഴ്സ്മാർ തങ്ങളുടെ വിശ്വാസികളെയും അവരുടെ അവസ്ഥകളിൽ അവരുടെ ചുമലിൽ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിക്കുന്നതായി നാം കണ്ടിട്ടുണ്ട്.
you may have seen that some parents to their children, some teachers to their students, some pastors to their fellow believers have done a gentle touch that gives them comfort and peace. ഇങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ തലോടൽ ചില വ്യക്തികൾക്ക് ആശ്വാസവും സന്തോഷവും പകർന്നു കൊടുക്കുന്നു. So a gentle touch of love can make an impact on another person's life. പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കുഷ്ഠം പിടിച്ച ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. So in the New Testament we can see a person who got leprosy. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ അറപ്പും വെറുപ്പും കാണിച്ചവരുണ്ട്. So many people were reluctant to go near him. എന്നാൽ യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് തൊട്ട് സൗഖ്യമാക്കിയതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. But in the scriptures we can see that Christ went to him and touched him. Not only touched him, he healed him. അതേപോലെ തന്നെ പാപിയായ സ്ത്രീയും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. Likewise, there is a woman who is a sinner also got touched and healed. മൂന്നാമതായി എഴുന്നേൽപ്പിൻ. The third point I want to make is he said to them, rise up. യേശുക്രിസ്തുവിൻ്റെ മൂന്നാമത്തെ മനോഭാവമാണ് എഴുന്നേൽപ്പിൻ എന്നുള്ളത്. So the third attitude towards the disciple was to telling them, rise up. വീണ് കിടന്ന ശിഷ്യന്മാരോട് എഴുന്നേൽപ്പിൻ എന്ന് പറഞ്ഞു. So Christ said to the disciples on the ground, rise up. അത് അവർക്ക് ആശ്വാസവും സന്തോഷവും ചൈതന്യവും നൽകി കൊടുത്തു. So that gave them, that lifted up a fire on their spirit and gave them comfort and peace. ചില സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെ നമുക്ക് കാണുവാൻ കഴിയും. So we can see some lonely people in our society. അങ്ങനെ നാം കാണുമ്പോൾ അവരുടെ അടുത്ത് ചെന്ന് എഴുന്നേൽപ്പിൻ എന്ന് പറയുമ്പോൾ അവരിൽ വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാക്കുകളായി മാറുന്നു. So when we go to them and say them, rise up, that can give them, that words can be give them peace, comfort and awakening in their life. ഒരുപക്ഷെ ഈ വാക്കുകളായിരിക്കാം അദ്ദേഹത്തെ തൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. Who knows, your words might be the one, make an impact in the difficulties in their life. നാലാമതായി ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. Fourthly, he said to them, the attitude towards the disciples of Christ was telling them, do not fear. ശിഷ്യന്മാർ മലമുകളിൽ ഭയന്ന് താഴെ വീണ് കിടക്കുന്നത് കണ്ട് യേശുക്രിസ്തു അവരുടെ അടുത്ത് ചെന്ന് ഭയപ്പെടേണ്ട എന്ന് പറയുന്നതായി നമുക്ക് ആ വാക്യത്തിൽ കാണുവാൻ കഴിയും. So we കഴിയും. can see in the scriptures that Christ went to the disciple who got scared from hearing the sound from heaven and told them, do not fear. ഭയപ്പെട്ട് വീണ് കിടക്കുന്ന ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന്. He has said to the scared disciple, do not fear. അങ്ങനെ പറയുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. There is only one God that Amen. says to the scared people, do not fear. That is only our Jesus Christ. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. If you are going through a tough time or struggling in some situation, the spirit of the Lord is saying to you, do not fear, be courageous. നിങ്ങളെ സഹായിപ്പാനും വിടിയിപ്പാനും ഉയർത്തുവാനും ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. There is a God who can help you, who can lift you up and who can be with you, that his name is Jesus Christ. ഇതുപോലെ പേടിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, നാം അറിയേണ്ട ഒരു വചനമാണ് ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ടെന്ന്. So if you are feared and struggling, there is a verse you need to know, that do not fear, the Lord is with you. പ്രിയമുള്ളവരെ, യൂത്ത് അംഗങ്ങളെ, ഈ 4 മനോഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. I hope these 4 attitudes I've talked about that you're going to apply in your life, and I'm concluding my words. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. That God bless you all. Amen.